ഈ സമയം വരെ, ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത് വരെ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് എന്തിന്? അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ. ആ ഒരു ആത്മവിശ്വാസത്തോടെ ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ കഴിയും നമുക്ക്. ഞാൻ ചോദിക്കട്ടെ, കോഴിക്കോട് സമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകൾ ആത്മവിശ്വാസത്തോടെയാണ് ഇറങ്ങിപ്പോയതെങ്കിൽ, സമാധാനത്തോടെയാണ് ഇറങ്ങിപ്പോയതെങ്കിൽ എന്താ അവരുടെ മനസ്സിലുള്ള സമാധാനം? ഇവിടെ വരുന്നവരെ ഒരു സംശയം ഉണ്ടായിരുന്നു, എന്ത് ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കാണോ? ഇപ്പൊ സമാധാനായി, ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കല്ല എന്ന് ഫൈസൽ മുസ്ലിയാരും മാലിക് സലഫിയും ഒക്കെ കൂടി പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന സമാധാനത്തോടെ ഇറങ്ങിപ്പോയവരെയാണോ മുവഹിദുകൾ എന്ന് വിളിക്കേണ്ടത്? ഞാൻ ചോദിക്കുന്നു, ഈ പച്ച നുണ പറഞ്ഞോല്ല പിന്നെ മുവഹിദ് എന്ന് വിളിക്കേണ്ടി തന്നെ? ഈ പച്ചയായ നുണ പച്ചയായി പറയാം, ഓ മുവഹിദ്. ലോകത്ത് എവിടെ ചെന്നാലും ജിന്നിനെ വിളിക്കാൻ പാടില്ല, അള്ളാഹിനെ മാത്രം വിളിക്കണം എന്ന് പറഞ്ഞോ മുശ്രിക്കും. നിങ്ങളൊക്കെ പരലോകം പേടിച്ചോളി. മഹാൻ ഉമർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാറുണ്ട്, പരലോകം സംവിധാനിച്ച അള്ളാഹു എത്ര പരിശുദ്ധൻ, സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ പരലോകത്തേക്ക് വരുമല്ലോ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ അഖീദ എന്താന്ന് വളരെ ക്ലിയറാണ്. അതിനെ നിങ്ങൾക്ക് ഖുർആൻ കൊണ്ട് സുന്നത്ത് കൊണ്ട് നേരിടാൻ കഴിയുമെന്ന് നേരിട്ടോളി. അല്ലാതെ ഇമ്മാര് നുണ പറഞ്ഞിട്ട് കോഴിക്കോട് ആ പരിപാടിയിൽ പങ്കെടുത്ത ഒരു മനുഷ്യൻ പോലും നിങ്ങൾ പറഞ്ഞ പോലെ ചിന്തിച്ചിട്ടുണ്ടാവും. ഒരു മനുഷ്യൻ പോലും, അര മനുഷ്യൻ, മനുഷ്യൻ ഉണ്ടാവും, വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇവിടെ ഈ നുണ പറഞ്ഞിട്ട് എന്തിനാണ് സഹോദരന്മാരെ നിങ്ങളെ പരലോകം നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഉറച്ചു പറയുന്നു, ഞങ്ങൾ ഊണിലും ഉറക്കിലും അല്ലാഹ് എന്നല്ലാതെ ഞങ്ങൾ വിളിക്കൂല, ഇൻഷാ അല്ലാഹ്. അത് വിളിക്കാൻ ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, ഞങ്ങളുടെ നേതാക്കന്മാരെ പഠിപ്പിച്ചിട്ടില്ല, ഞങ്ങൾ പഠിപ്പിക്കൂല. അങ്ങനെ ആരെങ്കിലും പഠിപ്പിച്ചാൽ ഒരു ഗെറ്റ് ഔട്ട് എന്ന് പറയാൻ ഞങ്ങൾക്ക് തയ്യാറാണ്. അല്ലാതെ ഞങ്ങളുടെ മനസ്സിലും കൽബിലും നാവിലും പേനയിലും പ്രസംഗത്തിലും സ്റ്റേജിലും പേജിലും ഇല്ല പടച്ചറബല്ലാതെ. ആ പച്ചയായ മുവഹിദുകളെയാണ് നിങ്ങൾ മുശ്രിക്ക് എന്ന് പറഞ്ഞ് ശിർക്ക് ആരോപിച്ച് നടക്കുന്നത്, ഈ നുണ പറഞ്ഞ് നടക്കുന്ന. നിങ്ങൾ നടന്നോളി, യാതൊരു സംശയമില്ല. അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ വരും, നമ്മളും വരും. ഈ നുണയൊക്കെ നിങ്ങൾക്ക് അവിടെ തെളിയിക്കാൻ നിങ്ങളുടെ കയ്യിൽ കോപ്പുണ്ടെങ്കിൽ അതുകൊണ്ട് പോയിക്കോളി. അത് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ.